Hello, good morning. Good morning. ആദ്യം തന്നെ congratulations for being selected as a central government employee. Thank you. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ ആദ്യം തന്നെ? എൻ്റെ പേര് ചാൾസ് എസ് മാത്യു. ഞാനിവിടെ പാലയടുത്ത് പോർണിയിൽ നിന്നാണ് വരുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് ചെയ്തതാണ്. ബിടെക്. അതിനുശേഷം വർക്ക് ചെയ്തോ അതോ? ഇൻഫോസിസ് 4 വർഷം വർക്ക് ചെയ്തു. 4 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ ഒരു 4 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് എന്താണ് മോട്ടിവേറ്റ് ചെയ്തത്? മെയിനായിട്ട് വർക്ക് ലൈഫ് ബാലൻസ്, പിന്നെ ഒരു ജോബ് സെക്യൂരിറ്റി. അപ്പോൾ ആദ്യമേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടനവധി ചോദ്യങ്ങളുണ്ടായിരിക്കുമല്ലോ. എങ്ങനെയായിരിക്കും എൻ്റെ ഇതിന് ശേഷമുള്ള ലൈഫ്, എങ്ങനെയായിരിക്കും, ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? കുറേ കൺഫ്യൂഷൻസും അതിനൊപ്പം ചുറ്റുപാടുള്ള കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഓരോന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഒപ്പീനിയനൊക്കെ മറികടന്ന് എങ്ങനെയാണ് ഈ ഒരു ഡിസിഷനിലേക്ക് എത്താനായിട്ട് പ്രചോദനമായത്? മെയിൻലി ഔട്ട്സൈഡ് നോയ്സസിനെ ബ്ലോക്ക് ചെയ്യുക. നമുക്കൊരു ലക്ഷ്യമുണ്ട്, അതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഞാൻ 2 വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്താണ് വന്നത്. അത് ഇൻവെസ്റ്റ് ചെയ്തു, കിട്ടി. എങ്ങനെയാണ് ഇപ്പോൾ ഈ കരിയർ ഹൈറ്റ്സിനെ പറ്റി അറിഞ്ഞത്? അത് എൻ്റെ അമ്മയുടെ ചേച്ചി ഒരു ടീച്ചറാണ്. അന്നേ പുള്ളിക്കാരിക്ക് ഈ കരിയർ ഹൈറ്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പുള്ളിക്കാർ റെക്കമെൻഡ് ചെയ്തു. പിന്നെ ഞാനിവിടെ ഒന്ന് അന്വേഷിച്ചു. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാന്ന് തോന്നി ജോയിൻ ചെയ്തു. ഓക്കെ. അപ്പോൾ അത് 10 months ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു ക്ലാസ്സസും കാര്യങ്ങളും ഷെഡ്യൂൾസും ഒക്കെ? ക്ലാസ്സസ് നമുക്ക് ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ്, പിന്നെ GK, അങ്ങനെ 4 മെയിൻ ഇതാണുള്ളത്. പിന്നെ മാത്സ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഓരോ ടോപ്പിക്കിനും ഓരോ സ്പെസിഫിക് എക്സ്പേർട്സ് ഉണ്ട്. അവരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം മെയിൻ ഫോക്കസ് CG തന്നെയായിരുന്നു. കാരണം ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് ആയതിനാൽ പല ഓപ്ഷൻസും ഉണ്ടായിരുന്നല്ലോ. ഞാൻ പല എക്സാംസ് എഴുതി, പക്ഷേ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് CG തന്നെയായിരുന്നു. CG വേറെ ഏതെങ്കിലും എക്സാംസ് എഴുതിയിട്ടുണ്ടോ? റെയിൽവേയുടെ എഴുതി, PSCയുടെ എഴുതി. നമുക്ക് ഈ ഇവിടെ പഠിപ്പിക്കുന്ന വെച്ചാൽ ഈ എക്സാംസ് എല്ലാം എഴുതാം. കാരണം ടോപ്പിക്ക് ഓൾമോസ്റ്റ് ഓൾ സെയിം ആണ്. പിന്നെ ഓരോ സ്പെസിഫിക് പോസ്റ്റിനും കുറച്ച് മാറ്റം വന്നാലേ ഉള്ളൂ. അപ്പം ഈ പല എക്സാംസും പല ഡേറ്റ്സ് ആയിരിക്കുമല്ലോ. ചിലപ്പോൾ അപ്പോൾ ചില ഡേറ്റ്സുകൾ തമ്മിൽ ക്ലാഷ് ചെയ്യുമല്ലോ. ഇപ്പോൾ ഒരു 1 week ഡിഫറൻസിൽ CG കഴിഞ്ഞൊരു ഗ്യാപ്പിനിടയ്ക്ക് ഉടനെ തന്നെ വേറൊരു എക്സാം, അതും പല പല സ്ഥലങ്ങളിലായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടൈം മാനേജ്മെൻറ്റും ഇതിനും പല പാറ്റേൺസ് ഒക്കെ ആയിരിക്കുമല്ലോ. ആ ഒരു എണ്ണത്തിനൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാറുള്ളത്? നമ്മൾ മെയിനായിട്ടും നമുക്ക് മോക്ക് എഴുതി നോക്കുക. ഒരു എക്സാം ഫോർമാറ്റ് എങ്ങനെയാണെങ്കിലും മോക്ക് എഴുതുക. പിന്നെ അടുത്തടുത്ത എക്സാം വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ല. വി ഹാവ് ടു അറ്റംപ്റ്റ് ദാറ്റ്. ഈ മോക്കൊക്കെ ആദ്യമേ ഇപ്പം എല്ലാവരുടെ പേടി എന്താണെന്ന് വെച്ചാൽ മോക്ക് ഇടുമ്പോഴത്തേക്ക് മാർക്ക് കുറഞ്ഞു പോകും. അത് കണ്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഡീമോട്ടിവേറ്റ് ആവും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്? അപ്പോൾ നിങ്ങൾ എങ്ങനെയായാലും എക്സാം എഴുതാനുള്ളവരാണ്. അപ്പോൾ മോക്കിന് മാർക്ക് കുറഞ്ഞതെന്ന് വെച്ച് നിങ്ങളത് വറീഡ് ആകരുത്. നിങ്ങളത് എഴുതണം. മാർക്ക് കുറവായിരിക്കും. പിന്നെ ഇമ്പ്രൂവ് ചെയ്ത് വരിക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇമ്പ്രൂവ് ചെയ്യുക. ആർക്കും ആദ്യം എഴുതുമ്പോൾ മാർക്ക് കിട്ടുകയില്ല. സോ അങ്ങനെ മാർക്ക് കുറയുമെന്ന് പേടിച്ച് എഴുതാതിരിക്കരുത്. ജസ്റ്റ് ആ ഒരു ഹാബിറ്റ് ആക്കുക. ഓക്കെ. അതിൻ്റെ കോഴ്സ് കഴിഞ്ഞ ശേഷം എത്ര മന്ത്സ് ഉണ്ടായിരുന്നു പ്രിപ്പറേഷൻ? ഞാൻ കോഴ്സ് കഴിഞ്ഞ് 6 മാസത്തോളം ഇവിടെ വന്ന് പഠിക്കുമായിരുന്നു. മാക്സിമം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നുകൊണ്ടിരിക്കുക. കാരണം വീട്ടിൽ നമുക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് വരും. ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കൂടെ തിരുന്ന് പഠിക്കുക. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറുമായിട്ട് ചോദിക്കാം. സോ ഇപ്പോൾ കമ്പൈൻ സ്റ്റഡി ആയിരിക്കുമോ ഒരു സെൽഫ് സ്റ്റഡി ആയിരിക്കുമോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ഇംഗ്ലീഷിനൊക്കെ നമുക്ക് കമ്പൈൻ സ്റ്റഡി, ഇംഗ്ലീഷും GK കമ്പൈൻ സ്റ്റഡി ആയിരിക്കും നല്ലത്. പക്ഷേ മാത്സും റീസണിങ്ങും കൂടുതൽ സെൽഫ് സ്റ്റഡി. പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആരുടെയും ചോദിക്കുക. ഇപ്പോൾ ഈ 2025 CG ഏത് പോസ്റ്റിലോട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫീസ് സൂപ്പർഡായിട്ടാണ് ജോലി ഇട്ടിരിക്കുന്നത്. ഈ ലോങ് ബ്രേക്സും വെക്കേഷൻസും ഒക്കെ പൊതുവേ നമ്മൾ കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ആ ഒരു റീസ്റ്റാർട്ട് ആ ഒരു കാര്യത്തിലൂടെ നമുക്ക് തുടങ്ങേണ്ടത്? പൊതുവേ എന്തെങ്കിലും ഒരു അവധി വന്നോ, വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ വന്ന് പലരും അങ്ങനെ പോയി ട്രാക്ക് വിട്ടു പോകുന്നതെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിനുശേഷം എങ്ങനെയാണ് ആ ഒരു റീസ്റ്റാർട്ട്? ബ്രേക്ക് വരരുതെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം നമ്മൾ ഈ 1 വർഷം ജോലിക്കായിട്ട് വരുന്നതാണല്ലോ. ഒരു കല്യാണമാണെങ്കിലും മാമോദിസ ആണെങ്കിലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുക. ജസ്റ്റ് ആ 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഫ്യൂച്ചർ നമുക്ക് സെറ്റ് ആവുമല്ലോ. സോ ബ്രേക്ക് വരാതെ നോക്കുക. പിന്നെ ഈ ഡൗട്ട് ക്ലിയറിങ്ങിനെ പറ്റിയിട്ടാണെങ്കിൽ എങ്ങനെയാണ് സീനിയേഴ്സിനോടാണോ അതോ ടീച്ചേഴ്സിനോടാണോ ചോദിക്കുന്നത്? നമ്മൾ ഒരു സാധനം പഠിപ്പിക്കാൻ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ സാറുമാടി ചോദിക്കുക. സാറുമാരെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്, നോളജബിളാണ്. നമ്മൾ ജസ്റ്റ് വേറെല്ലാവരും എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ സാറുമാരെ നമ്മളെ എന്തെങ്കിലും ദേഷ്യം വരും, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത്. ദേ ആർ വെരി ഫ്രണ്ട്ലി. സോ നമുക്ക് വേണ്ടിയിട്ട് അപ്പം തന്നെ ചോദിക്കുക. ഇപ്പോൾ ക്ലാസ് ചോദിക്കാൻ തോന്നില്ലെങ്കിൽ പിന്നെ സ്റ്റാഫ് റൂമിൽ ചെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. സാറുമാർ അതിനോട് ഓപ്പണാണ്. ഇപ്പോൾ ഈ GK ഒക്കെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയാണ്. കാരണം അതൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണല്ലോ. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിട്ട് GK സ്പെസിഫിക് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക്? GK നമ്മൾ ഡെയിലി ഒരു ഇത്ര സമയം മാറ്റി വെക്കുക. അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് പോവുക. നമ്മൾ ഓവർലി GK ഫോക്കസ് ഇൻവെസ്റ്റഡ് ആകരുത്. ബട്ട് ഡെയിലി ഇത്ര സമയം ഇടുക, പഠിച്ചു പോവുക. നമ്മൾ മുഴുവൻ കാണാൻ പഠിക്കാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി. കാരണം GK ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ സാധനം ഓർമ്മയിൽ നിൽക്കും. പിന്നെ മാത്സ് ഒക്കെ ആണെങ്കിലും സ്പീഡൊക്കെ ഇപ്പം ഈ വർഷം തൊട്ട് നമുക്ക് സെക്ഷണൽ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ ആ ഒരു സ്പീഡിനെ ഒക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് പ്രാക്ടീസ്. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. പിന്നെ ഷോർട്ട് കട്ട്സ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, സ്പീഡ് മാത്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കുക, ഷോർട്ട് കട്ട്സ് പഠിക്കുക. ഇംഗ്ലീഷ് റിലേറ്റഡ് സ്ട്രാറ്റജി? ഇംഗ്ലീഷ് മെയിനായിട്ട് നമുക്ക് ഏത് സാധനമാണെങ്കിലും ഇംഗ്ലീഷ് ഫുള്ള് റെപ്പറ്റീഷൻ. കാരണം വൊക്കാബുലറി ആകട്ടെ ഗ്രാമർ ആകട്ടെ എല്ലാം വാസ്റ്റാണ്.
നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കാണുക, മാക്സിമം ചെയ്ത് നോക്കുക. നമുക്കൊരു ഹാബിറ്റ് ആവണം. ഇപ്പം ടോമി സാർ പറയുന്ന പോലെ ആണെങ്കിൽ നമുക്ക് വായിക്കുന്ന ആ സ്റ്റൈൽ വെച്ചങ്ങ് മനസ്സിലാവുന്ന പോലെ വരണം. മാക്സിമം റെപ്പറ്റീഷൻ. പിന്നെ ഡെയിലി ആണോ കറണ്ട് അഫയേഴ്സ് നോക്കുന്നത്? അതൊരു കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് കറണ്ട് അഫയേഴ്സ് ഡെയിലി നോക്കുക എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചറിഞ്ഞിരിക്കുക. പിന്നെ വീക്കെൻഡിൽ ഒരു കംപ്രസ്ഡ് ആയിട്ടുള്ള സാധനം എടുത്ത് ഒന്നും കൂടെ റിവൈസ് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇത്രയും നേരം സമയം തന്നെ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.